ഹലോ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മാംഗോ ജെല്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഐസ് ട്രേ ആണ്. അതൊന്ന് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പാത്രവും എടുക്കുക. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് ഐസ് ട്രേ. അപ്പോൾ പിന്നീട് ഇതിലേക്ക് വേണ്ടതൊരു മാങ്ങയാണ്. ഞാനത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ പഞ്ചസാര കുറക്കാം. അടുത്തതായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. അത് നമുക്കിതിൽ ചേർക്കാം. പിന്നീട് ചേർക്കുന്നത് ജലാറ്റിനാണ്. ഞാൻ 2 സ്പൂൺ ജലാറ്റിൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ കട്ടകൾ കിടക്കും. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെക്കാം. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇത് നല്ല തിക്കായി വന്നാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഐസ് ട്രേയിലേക്ക് നമുക്ക് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയാൽ നമ്മുടെ മാംഗോ ജെല്ലി ഇവിടെ റെഡിയാവും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.